മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം 2023 ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചു. അവസാന തീയതി ഏപ്രിൽ 10. മെഡിക്കൽ പ്രവേശനം നീറ്റ് UG 2023 നിന്ന് വർഷത്തിൽ ഒരു പരീക്ഷ മാത്രം. പരീക്ഷ മെയ് 7. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാന തീയതി ഏപ്രിൽ 6. നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാൻ അവസരം. അവസാന തീയതി മെയ് 29. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം CUETയിൽ നിന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 30 വരെ. IISc ബാംഗ്ലൂർ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയും പ്രവേശനം. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 3 അവസാന തീയതി. BSc നഴ്സിംഗ് പ്രവേശനം എയിംസ് നീറ്റ് പ്രവേശന പരീക്ഷകളിൽ നിന്നും കേരളത്തിൽ പ്രത്യേക പരീക്ഷയ്ക്കും സാധ്യത തെളിയുന്നു. ബിറ്റ്സാറ്റ് 2023 2 അവസരങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 9 വരെ. നൈസർ നെസ്റ്റ് ജൂൺ 24 ഓൺലൈൻ അപേക്ഷ മെയ് 17 വരെ. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ നേറ്റ 2023 ഏപ്രിൽ മെയ് ജൂലൈ മാസങ്ങളിൽ. ആദ്യ പരീക്ഷയ്ക്ക് അപേക്ഷ ഏപ്രിൽ 10 വരെ. 7 ഐസർ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 15. അപേക്ഷ ഏപ്രിൽ 15 മുതൽ. മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അപേക്ഷ മെയ് 31 വരെ. വാർത്തകൾ വിശദമായി. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഡിഗ്രി, റിസർച്ച്, ആർക്കിടെക്ചർ മേഖലകളിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിന് പ്രധാന അപേക്ഷകൾ ക്ഷണിച്ചു. നീറ്റ് എക്സാം മെയ് 7. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഏപ്രിൽ 6 മുമ്പ്. വെബ്സൈറ്റ് neet.nta.nic.in. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നീറ്റ് എക്സാം നടത്തുകയുള്ളൂ എന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു. കീം 2023 4 സ്ട്രീമുകളിൽ കുട്ടികൾക്ക് ഒരൊറ്റ അപേക്ഷയിലൂടെ പ്രവേശനം നേടാം. MBBS, BDS, അഗ്രികൾച്ചർ എന്നിവ ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിനും എഞ്ചിനീയറിംഗിനും BPharmനും ആർക്കിടെക്ചറിനും കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഏപ്രിൽ 10 മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കണം. റിസർവേഷൻ, ഇൻകം, മൈനോറിറ്റി, NRI, എക്സ് സർവീസ്മെൻ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ഏപ്രിൽ 20 വരെ സാവകാശം അനുവദിച്ചിട്ടുമുണ്ട്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മെയ് 17 രാവിലെയും ഉച്ചകഴിഞ്ഞുമായി ഓഫ്ലൈൻ രീതിയിൽ നടക്കും. BPharmന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കും മെയ് 17 നടക്കുന്ന പേപ്പർ 1 എക്സാം എഴുതിയിരിക്കണം. ആർക്കിടെക്ചർ പ്രവേശനത്തിന് നേറ്റയുടെ അഭിരുചി പരീക്ഷയാണ് എഴുതേണ്ടത്. ഇന്ത്യയിലാകമാനമുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, അതുപോലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി പോലെയുള്ള കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ പ്രവേശന പരീക്ഷ എഴുതേണ്ടത് മെയ് 21 മുതൽ 31 വരെ ഓൺലൈനായി നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET 2023 ആണ്. അഗ്രികൾച്ചർ മേഖലയ്ക്കായി മുൻ വർഷങ്ങളിൽ നടത്തിയ ICAR പ്രവേശന പരീക്ഷ നിർത്തലാക്കുകയും പകരം ഈ വർഷം CUETയുടെ പ്രവേശന പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ പരിഗണിച്ചാണ് ഈ വർഷം പ്രവേശനം. വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രവേശനത്തിനും ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിൽ CUET സ്കോറാണ് പരിഗണിക്കുന്നത്. മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും അല്ലാതെ സയൻസ് വിഷയങ്ങളിൽ പഠനത്തിനും ഉപരിപഠനത്തിനും ഗവേഷണത്തിനും തൽപരരായ ധാരാളം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഈ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ സാധ്യതകളാണ് IISc ബാംഗ്ലൂരിലെ 4 വർഷ BS പ്രോഗ്രാമുകൾ. സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്താതെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രവേശന പരീക്ഷകളുടെയും റാങ്കിൽ നിന്നാണ്
IISc ബാംഗ്ലൂരിലെ ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, മെറ്റീരിയൽസ് ആൻഡ് മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിലുള്ള പ്രവേശനം ലഭിക്കുന്നത്. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക്, അതുപോലെ JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക്, JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക്, KVPY SA1 റാങ്ക് എന്നിവയിലൂടെ admissions.iisc.ac.in എന്ന വെബ്സൈറ്റിലൂടെ മെയ് 31 ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുകയും ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം 3 ദിവസത്തിനകം തന്നെ ഓൾ ഇന്ത്യ റാങ്ക് IISc ബാംഗ്ലൂർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഒരു കുട്ടിക്ക് ഒന്നിലധികം പ്രവേശന പരീക്ഷകളുടെ റാങ്കുകൾ ഒരേ അപേക്ഷയിൽ ഉൾക്കൊള്ളിക്കുവാനും സാധിക്കും. സയൻസ് വിഷയങ്ങളുടെ പഠനത്തിനും ഗവേഷണത്തിനും ഉതകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ 7 ഐസറുകൾ. ഇവിടുത്തെ 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും 4 ഇയർ BS പ്രോഗ്രാമുകൾക്കും 3 ചാനലുകൾ കൂടിയാണ് പ്രവേശനം. ഐസറുകൾ സ്വന്തമായിട്ട് ജൂൺ 15 നടത്തുന്ന അഭിരുചി പരീക്ഷയുടെ റാങ്ക് അനുസരിച്ച് 75% സീറ്റുകളും, JEE അഡ്വാൻസ്ഡ് KVPY SA1 റാങ്ക് അനുസരിച്ചും ബാക്കിയുള്ള 25% സീറ്റുകളും പ്രവേശനം നേടാം. ഈ അധ്യയന വർഷത്തിൽ ആർക്കിടെക്ചർ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് നേറ്റ നടത്തുന്ന 3 അഭിരുചി പരീക്ഷകളുടെ ഏറ്റവും കൂടിയ മാർക്കായിരിക്കും കേരളത്തിലെ പ്രവേശനം തീരുമാനിക്കുന്നത്. neta.in എന്ന വെബ്സൈറ്റ് വഴി ഏപ്രിൽ, മെയ്, ജൂലൈ മാസങ്ങളിലെ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നീറ്റ് 2023 മെയ് 7 കേരള എഞ്ചിനീയറിംഗ് മെയ് 17 വരാൻ പോകുന്ന പ്രവേശന പരീക്ഷകളിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്കും പരീക്ഷകൾ എഴുതണോ, നിങ്ങൾക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണോ? ഇതാ എല്ലാവർക്കും 2023 വിവിധ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഓൾറെഡി +2 പാസ്സായി കഴിഞ്ഞ് വിവിധ പ്രവേശന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ ഏത് രീതിയിലെത്തി, പൂർണ്ണമായോ, ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയുവാനായി ക്രാഷ് 2023 നിങ്ങൾക്കും സാധിക്കും. ഇനി നിങ്ങളും നമ്മളുമില്ല, നമ്മൾ ഒരുമിച്ചാണ്. നമുക്കൊരുമിച്ച് 2023 വിവിധ പ്രവേശന പരീക്ഷകൾക്ക് കൈകോർക്കാം. brilliantpala.org സ്റ്റുഡൻറ് പോർട്ടൽ വഴി ഇന്ന് തന്നെ ക്രാഷ് 2023 നിങ്ങൾക്കും എൻറോൾ ചെയ്യാം. MBBS സ്റ്റേറ്റ് ആൻഡ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏകോപിപ്പിക്കുന്നു. നിലവിൽ MBBS പ്രവേശനം ആഗ്രഹിക്കുന്നവർ നീറ്റിന് അപേക്ഷിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ഇതിലൂടെ റാങ്ക് ഉയർന്നതാണെങ്കിലും അർഹിച്ച ഗവൺമെൻറ് സീറ്റുകൾ നഷ്ടപ്പെടുകയും 2ാം ഘട്ടത്തിൽ ഏതെങ്കിലും സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടാൽ പിന്നീട് അർഹിച്ച സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു പരിഹാരമായി ഇന്ത്യയിലുള്ള മുഴുവൻ MBBS BDS സീറ്റുകളുടെയും അലോട്ട്മെൻറ്റിനായി ഒരു ഏകജാലക സംവിധാനം നടപ്പിലാക്കുവാൻ NMC ഒരുങ്ങുന്നു. ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, AFMC, ESI, IP കോട്ട, ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ, സ്റ്റേറ്റ് MBBS സീറ്റുകൾ, NRI സീറ്റുകൾ, മൈനോറിറ്റി സീറ്റുകൾ, ഇങ്ങനെ ഓരോ കുട്ടിക്കും ലഭിക്കേണ്ട അർഹതയ്ക്കനുസരിച്ച് ഒരു ഏകജാലക സംവിധാനം നിലവിൽ വരാൻ സാധ്യത. ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ നിലവിലുള്ള രീതികൾ പഠിക്കുവാനും അവ നിരീക്ഷിക്കുവാനും ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുവാനും വ്യവസ്ഥയുണ്ട്. ഈ കേന്ദ്രീകൃത മെഡിക്കൽ അലോട്ട്മെൻറ്റ് നിർദ്ദേശത്തിൽ കൂടുതൽ വ്യക്തത തേടാൻ കേരളത്തിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിക്കുകയും ചെയ്തു. എയിംസ് BSc നഴ്സിംഗ് പ്രവേശന തീയതി നീട്ടിയിരിക്കുന്നു. 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 850 സീറ്റുകളിലോട്ടാണ് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഈ പ്രവേശനം. എയിംസ് നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ജൂൺ 3 ഓൺലൈൻ ആപ്ലിക്കേഷൻ aimsexams.ac.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. അവസാന തീയതി ഏപ്രിൽ 20. ജിപ്മർ, RAK, മൗലാന, ലേഡി ഹാർഡിൻ പോലെ 9 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ BSc നഴ്സിംഗ് പ്രവേശനം നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ്.
റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ പങ്കെടുത്താൽ ഈ BSc നഴ്സിംഗ് സീറ്റുകൾ നമുക്ക് ലഭിക്കും. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും വിവിധ സ്വകാര്യ ആശുപത്രികളിലെയും BSc നഴ്സിംഗ് പ്രവേശനം ഈ വർഷം ഒരു പ്രവേശന പരീക്ഷയിൽ കൂടിയാക്കുവാൻ ആലോചനകൾ നടക്കുന്നു. കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രവേശനം. AFMC ഉൾപ്പെടെയുള്ള മിലിറ്ററി നഴ്സിംഗിനും നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റിന് ലഭിച്ച മാർക്കും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും മിലിറ്ററി നഴ്സിംഗ് പ്രവേശനവും. എയിംസ് മാതൃകയിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരുങ്ങുന്നു. നഴ്സിംഗ് രംഗത്ത് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി എയിംസ് മാതൃകയിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുവാനാണ് കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിലോട്ടുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ജൂൺ 25-നാണ് ഓൺലൈൻ എൻട്രൻസ് എക്സാം. അപേക്ഷ മെയ് 31 വരെ. അപേക്ഷാ ഫീസ് 925 രൂപ. വെബ്സൈറ്റ് AIISHY-Mysore.in. +2 കഴിഞ്ഞ് നേരിട്ട് IIM-കളിൽ പ്രവേശനം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 17 വരെ. സാധാരണഗതിയിൽ ബിരുദധാരികൾക്കാണ് മാനേജ്മെന്റിലെ മികച്ച പ്രോഗ്രാമുകളിൽ പ്രവേശനം. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ +2 കഴിഞ്ഞവർക്ക് 5 വർഷത്തെ സംയോജിത മാനേജ്മെന്റ് പ്രോഗ്രാമിന് അവസരമൊരുക്കുന്നു. 2021, 22, 23 വർഷങ്ങളിൽ +2 ജയിച്ചവർക്കാണ് ഇപ്പോൾ പ്രവേശനം. സെലക്ഷന്റെ ഭാഗമായി തിരുവനന്തപുരം, കോഴിക്കോട്, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, മുംബൈ ഉൾപ്പെടെ 34 കേന്ദ്രങ്ങളിൽ ജൂൺ 16-ന് അഭിരുചി പരീക്ഷ നടക്കും. ഈ ടെസ്റ്റിൽ മികവുള്ളവരെ ഇന്റർവ്യൂവിനായി ക്ഷണിക്കും. ഇതിന്റെ മികവിൽ ആകെയുള്ള 150 സീറ്റുകളിലേക്കായിരിക്കും പ്രവേശനം. വെബ്സൈറ്റ് ipmadmission.iimidr.ac.in. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET വഴി ഈ വർഷം അഗ്രികൾച്ചർ ഉൾപ്പെടുത്തിയതുപോലെ CUET-യും നീറ്റും JEE-യും യോജിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് 2 വർഷം മുമ്പേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധപ്പെടുത്തുമെന്ന് UGC അറിയിച്ചു. ഈ വർഷത്തെ CUET UG പരീക്ഷ മെയ് 21 മുതൽ 31 വരെ ഓരോ ദിവസവും 3 ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും നടത്തുന്നത്. ഇത്തവണ CUET-യിലേക്കായി അധികം കമ്പ്യൂട്ടറുകളും പരീക്ഷാ കേന്ദ്രങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും കേന്ദ്രത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ വിദ്യാർത്ഥികളെ സമീപത്തുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും UGC അറിയിച്ചു. കഴിഞ്ഞ വർഷം പല കേന്ദ്രങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ പരീക്ഷ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഇതിനോടകം 11.5 ലക്ഷം കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ട്. മാർച്ച് 30-ആണ് അവസാന തീയതി. ഈ വർഷം സ്വകാര്യ മേഖലയിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കും. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികൾക്ക് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 62 സ്വകാര്യ ആശുപത്രികളെയാകും ഇതിനായി പരിഗണിക്കുക. 20 മെഡിക്കൽ കോളേജുകൾ ഈ വർഷം തന്നെ ആരംഭിക്കുവാൻ സ്വകാര്യ ആശുപത്രികൾക്ക് അനുമതി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി അനുമതി നൽകൽ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഇനി ദുബായിലും. 39 വർഷമായി പ്രവേശന പരീക്ഷാ പരിശീലന രംഗത്തുള്ള ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ മാർച്ച് 17 മുതൽ ദുബായിലെ നോളജ് പാർക്കിലാണ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. നീറ്റ് പരീക്ഷയ്ക്ക് പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓഫ്ലൈൻ മോഡൽ പരീക്ഷകൾ ദുബായിൽ വെച്ച് നടത്തും. ബെർലിൻ സയൻസ് ഒളിമ്പ്യാഡിൻ്റെ 2ാം ഘട്ട പരീക്ഷ ഏപ്രിൽ 2-നും IIT എയിംസ് 2024 ബാച്ചിലെ കുട്ടികൾക്കായുള്ള സ്കോളർഷിപ്പ് പരീക്ഷ ഏപ്രിൽ 17-നും ഓഫ്ലൈനായി നടക്കും. കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോളേജുകളിലെ ആർക്കിടെക്ചർ പ്രവേശനത്തിന് അടിസ്ഥാന പ്രവേശന പരീക്ഷ നടത്തുന്നത് നേറ്റയാണ്. ഓരോ വർഷവും നേറ്റ 3 അഭിരുചി പരീക്ഷകളാണ് ഓൺലൈനായി നടത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാർക്കും +2-ന് ലഭിക്കുന്ന മാർക്കും പരിഗണിച്ചായിരിക്കും ആർക്കിടെക്ചർ പ്രവേശനം. ഈ വർഷം ഏപ്രിൽ 22,
മെയ് 28, ജൂലൈ 9 എന്നീ ദിവസങ്ങളിലാണ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷ. ഓൺലൈൻ ആപ്ലിക്കേഷൻ neta.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടാൻ അവസരം. അപേക്ഷകൾ ആരംഭിച്ചു. അവസാന തീയതി മെയ് 29. വെബ്സൈറ്റ് nfsu.ac.in/admissions. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മോഡിൽ വിദ്യാർത്ഥികൾക്ക് ബെർലിനിലെ ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ ഭാഗമാവാം. ബെർലിനിലെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമാവണമെങ്കിൽ നിങ്ങൾ ബെർലിനിലെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റിനെ അഭിമുഖീകരിക്കേണ്ടതായുണ്ട്. പ്രവേശന പരീക്ഷകൾക്ക് വളരെ ചെറിയ പ്രായം മുതലേ തയ്യാറെടുക്കുന്നതിനായി ബെർലിൻ കേരളത്തിലെ വിവിധ സെന്ററുകളിലായി ഏപ്രിൽ 2 തീയതി ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുകയാണ്. ഓഫ്ലൈൻ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കോട്ടയം, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം, ഇടുക്കി എന്നീ ജില്ലകളിലെ ബ്രില്യൻ സെന്ററുകളിൽ വന്ന് സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതാനുള്ള അവസരമാണ് ഏപ്രിൽ 2 തീയതി ഒരുങ്ങുന്നത്. ഓൺലൈനായി ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേ ദിവസം തന്നെയാണ്, അതായത് ഏപ്രിൽ 2 തീയതി തന്നെയാണ് ഓൺലൈനായി സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ ഭാഗമാവാൻ സാധിക്കുന്നത്. ഓൺലൈനായി നടക്കുന്ന ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റിലേക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പങ്കെടുക്കാം. സോ ആരും മറക്കരുത്, ഏപ്രിൽ 2. കോമറ്റ് കെ കർണാടകത്തിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ടുള്ള ഈ പ്രവേശനം ഏപ്രിൽ 24 വരെ അപേക്ഷിക്കാം. 150 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 20,000-ഓളം ബിടെക് സീറ്റുകളാണ് ഈ പ്രവേശന പരീക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 2023 മെയ് 28 എൻട്രൻസ് എക്സാം. cometk.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. മാത്തമാറ്റിക്സിലെയും ബന്ധപ്പെട്ട വിഷയങ്ങളിലെയും പഠനത്തിനും ഗവേഷണത്തിനും അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടുത്തെ ബിരുദ പ്രവേശനത്തിന് മെയ് 7 പ്രവേശന പരീക്ഷ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയായിരിക്കും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. വെബ്സൈറ്റ് cmi.ac.in/admissions. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളാണ് ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുള്ളത്. ഈ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1 വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 2023 മെയ് 22 ജൂൺ 18 ഈ വർഷത്തെ ബിറ്റ്സാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാം. ഏപ്രിൽ 9 വരെ bitsadmission.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 2 പരീക്ഷകളിലെയും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ പരിഗണിച്ചായിരിക്കും പ്രവേശനം. 2022 +2 പാസ്സായവർക്കും 2023 വിവിധ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. +2 75% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ പ്രവേശനത്തിന് യോഗ്യത ലഭിക്കൂ. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.